റേസ് ടു സക്സസ്, ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി. നമസ്കാരം. റേസ് ടു സക്സസിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇതാ വീണ്ടും ഒരു വിഷുക്കാലം കൂടെ വരവായിരിക്കുകയാണ്. മലയാളികൾക്ക് വിഷു എന്ന് പറയുന്നതൊരു വികാരം തന്നെയാണ്. പടക്കം പൊട്ടിച്ചും കണി കണ്ടും കൈനീട്ടം കൊടുത്തും വിഷു സദ്യ കഴിച്ചും വിഷു ഗംഭീരമായി തന്നെ ലോകമെമ്പാടുമുള്ള മലയാളികൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ റേസ് ടു സക്സസിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നതും വിഷുവിനെ കുറിച്ചാണ്. ആദ്യം തന്നെ എല്ലാ ശ്രോതാക്കൾക്കും വിഷു ആശംസകൾ എൻ്റെ പേരിൽ നേരുന്നു. ഇപ്പോൾ എൻ്റെ കൂടെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മഹാദേവൻ പിള്ള സാറുണ്ട്. സാർ, വിഷു ആശംസകൾ. നന്ദി. വിഷു എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാറ് വിഷുവിനെ കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ടെന്ന് അറിയാം. നമുക്ക് ആ കവിത ചൊല്ലിക്കൊണ്ട് നമുക്ക് തുടങ്ങാം ഈ വിഷു സ്പെഷ്യൽ റേസ് ടു സക്സസ്. അത് ചൊല്ലുന്നതിന് പറഞ്ഞ് ഞാനത് കേൾപ്പിക്കാം. ഞാൻ ചൊല്ലലിൽ അത്ര മിടുക്കനല്ല. ആ കവിത എൻ്റെ റെക്കോർഡ് ചെയ്ത് ഇരിപ്പുണ്ട്. അതൊരു വിദ്യാർത്ഥിനിയാണ് പാടിയിരിക്കുന്നത്, എൻ്റെ തന്നെ ഒരു വിദ്യാർത്ഥിനി. അത് ഞാൻ കേൾപ്പിക്കാം. കാരണം ഞാൻ ചൊല്ലിയാൽ ചിലപ്പോൾ കേൾവിക്കാർ ഫോണോ അല്ലെ റേഡിയോ ഓഫ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാനത് കേൾപ്പിക്കാം. എന്തെങ്കിലും ഉണ്ടത്. വീണ്ടും ഒരു വിഷു, രോഗാതുരം ലോകം, താണ്ഡവമാടുന്ന ദൃശ്യരോഗാണുക്കൾ, രാഗം മറന്ന വിപഞ്ചിക പോലെ നാം ഭാഗധേയം മറന്നാകുലരാകുന്നു. പൂക്കണിക്കൊന്നയിൽ മൊട്ടിട്ട പൂമഞ്ഞ ചേർക്കാം നിറം കെട്ട ജീവിത സാക്ഷിയായി, കാത്തു പഴുത്ത തൈമാവിലെ കായ്കളും മത്തനും വെള്ളരിയുമാകാം വിഷുക്കണി. വായു പുക മാറിയെങ്ങും സുതാര്യമായി മായുന്നു ഭൂമി കറുപ്പിച്ചയോർമകൾ, പക്ഷികൾ പാറുന്നുയരത്തിലങ്ങിങ്ങ് ലക്ഷ്യം പിഴച്ച മനുഷ്യൻ ഭയക്കുന്നു. സർവം നിശബ്ദം, ഉറങ്ങുന്ന യന്ത്രങ്ങൾ, ഉർവര ഭൂമി തളിർക്കുന്നു സാഗൂതം, മെല്ലെ പരക്കും തണൽ തേടും പക്ഷികൾ, കല്ലും മണലും കിനാവു പോൽ സ്വച്ഛന്തം. ഭൂമിക്ക് ശാപം മഹാജ്വരം നാം, ഹോമപാശമഴിക്കാൻ അഴലുന്ന ജന്മങ്ങൾ, ഭീതിയിൽ കൊട്ടിയടച്ച ഗേഹങ്ങളിൽ ആധി പരക്കുന്നു ഭാവി അനിശ്ചിതം. ലോകം മരവിച്ചി നേരം പരശതം, മൂകവിലാപങ്ങൾ ജീവൻ വെടിയുന്നു. ദൈന്യത ശ്വാസമിടിപ്പിൽ പടരുന്നു, വന്യാന്ധകാരം പരക്കുന്നു നമ്മളിൽ. കാലമിതാണു കണക്കുചക്രം പോലെ മേലെ കയറുന്നുരുളുന്നു താഴേക്ക്. കാണുന്ന നമ്മൾ പകച്ചിരിക്കുമ്പോഴും കാണാമകലെ ഉദയ കിരണങ്ങൾ. പാവം മനുഷ്യനറിയുന്നിതാദ്യമായി, കേവലം കിഞ്ച ജഗത്യാം ജഗത്തിത്. വാടക നൽകാതൊരായുസ്സു തങ്ങുവാൻ ഓടുന്നു ജന്മങ്ങൾ എത്ര ഭയാനകം. ഇന്നു വിഷു പെരുന്നാൾ പിന്നെയോണവും, വന്നു മടങ്ങും ഇനി നൊമ്പരങ്ങളായി. എന്നും എന്നോർമ്മയിൽ മായാതെ നിൽക്കുമീ മാനവ ഗദ്ഗദം പേരും വിഷുക്കണി. അപ്പോൾ വിഷു ആശംസകൾ നേരുന്നു സാർക്ക്. തീർച്ചയായിട്ടും വിഷു ആശംസകൾ അഹല്യ വോയിസിലുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് സുനിലിനും നേരുകയാണ്. എങ്ങനെയാണ് വിഷുവിനെയൊക്കെ നോക്കി കാണുന്നത്? വിഷു ചെറുപ്പകാലത്തൊക്കെ ആ ഒരു പടക്കം പൊട്ടിക്കുന്നതിൻ്റെ ആവേശമായിരുന്നു വിഷുവിലുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ പടക്കം പൊട്ടിക്കാറില്ല. കാരണം എനിക്ക് ഈ കാലിനൊരു ചെറിയ ഒടുവൊക്കെ വന്നതോടൊരു പടക്കം പൊട്ടിക്കലിൽ നിന്നു. പക്ഷെ എങ്കിലും ഇപ്പോൾ വിഷുവിന്, ഇപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തെ വിഷുവാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ചെറുപ്പകാലത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അമ്മ എഴുന്നേൽപ്പിച്ച്, സാധാരണ ഇതിൽ നേരം വെളുത്തിടെ എടുക്കാറുള്ളൂ. പക്ഷെ വിഷുവിൻ്റെ അന്ന് അമ്മ എഴുന്നേൽപ്പിച്ചിട്ട് ഈ കണ്ണുമൊക്കെ കൈവച്ച് അടച്ചു പിടിച്ച് പതുക്കെ നടത്തിക്കൊണ്ടുപോയി വിഷുവിൻ്റെ വിഷുക്കാഴ്ച, വിഷുക്കണി കാണിക്കുമായിരുന്നു. അപ്പോൾ അതാണ് ഓർമ്മയിലുള്ള വിഷു. അതൊരു പക്ഷേ
മലയാളികൾക്ക് എല്ലാവർക്കും ഓർമ്മയിൽ അങ്ങനൊരു വിഷു ഉണ്ടാവും. ചെറുപ്പകാലത്ത് കണ്ണും കെട്ടി കണ്ണും അടച്ച് ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ച് അതിൻ്റെ മുന്നിൽ ശ്രീകൃഷ്ണൻ്റെ പ്രതിമയോ വിഗ്രഹമോ എന്തെങ്കിലും വെച്ചിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയ ഓർമ്മകളുണ്ടാവും. അപ്പം അതൊരു പൊതു മലയാളിയുടെ വിഷു അതാണ്. വിഷുക്കണിയാണ്. ശരിക്കും മലയാളിക്ക് വിഷു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഓണത്തിനേക്കാളും കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രാധാന്യം ഉണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്താണ് ശരിക്കും മലയാളിയുടെ ഒരു വിഷു സങ്കല്പം, അല്ലെങ്കിൽ മലയാളികളുടെ മനസ്സിലുള്ള വിഷുവിന്റെ സ്ഥാനം? ഓണവും വിഷുവും തമ്മിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വ്യത്യാസം, ഓണം 10 ഓണം 10 10 ഓണമുണ്ട്. അതുകൊണ്ട് അതിങ്ങനെ ഈ സംഗീതത്തിലൊക്കെ ഇങ്ങനെ സാന്ദ്രത കൂടി വരുന്ന പോലെ അതിങ്ങനെ കയറി വന്ന് തിരുവോണം ആകുമ്പോൾ കൾമിനേറ്റ് ചെയ്യാണ് പതിവ്. 10ാം ഓണമാണ് കൾമിനേറ്റ് ചെയ്യുന്നത്. മറിച്ച് വിഷു ഒരൊറ്റ ദിവസമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് കൂടുതലാണ്. ഒറ്റ ദിവസം ആഘോഷിക്കുന്നത് 10 ദിവസം ആഘോഷിക്കുന്നതിന് തുല്യമാവില്ലാത്തതുകൊണ്ട് ഒറ്റ ദിവസത്തെ ആഘോഷം കുറച്ച് കൂടുതലാണ്. ഈ സത്യത്തിൽ വിഷു ഒറിജിനലായിട്ട് മലയാളിയുടെ ഉത്സവമായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും സംശയമുണ്ട്. കാരണം വിഷു ആഘോഷിക്കപ്പെടുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലുമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്. ഇപ്പം ഉഗാദി കർണാടകത്തിലും മഹാരാഷ്ട്രയിലും ആന്ധ്രാപ്രദേശിലും ഏതാണ്ട് വിഷു അടുപ്പിച്ചാണ് വരുന്നത്. പിന്നെ ബൈസാഖി പഞ്ചാബിലുണ്ട്, ബിഹു നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പല പേരുകളിൽ ഇത് ആചരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും ആചാരങ്ങളൊക്കെ ഏതാണ്ട് സാമ്യമാണ്. പിന്നെ പൊതുവെ മലയാളിയുടെ ഉത്സവം എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള ഉത്സവമാണ്, കൊയ്ത്തുത്സവവും വിതയുത്സവവും. കൊയ്ത്തുത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളയെല്ലാം പാകമായി കഴിഞ്ഞാൽ അത് കൊയ്യുന്ന സമയം, ഓണം. അതാണ്. വിത ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിതയ്ക്കാൻ പാകമായി കഴിയുമ്പോൾ ഉള്ള ഉത്സവം. പക്ഷേ ഈ വിഷുവിനുള്ള ഒരു പ്രത്യേകത, ഈ കൊയ്ത്തും വിതയും രണ്ടും സമ്മേളിക്കുന്ന ഒരു സമയമാണ് വിഷു. അതായത് ചില കാര്യങ്ങൾ വിതയ്ക്കുന്നത് വിഷുവിനാണ്, ചില കൃഷികൾ വിളവെടുപ്പ് നടത്തുന്നത് വിഷുവിനാണ്. അപ്പോൾ വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് വളരെ രസകരമാണ്. വിഷു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈക്വൽ എന്നാണ്, തുല്യമായത്. അതൊരു ജ്യോതിശാസ്ത്രപരമായി വന്ന ഒരു കണക്കാണത്. ഇപ്പം ഭൂമധ്യരേഖയ്ക്ക് അപ്പുറവും ഇപ്പുറവും സൂര്യൻ തുല്യമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറ്, 23 ഡിഗ്രി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറ്. അത് മാർച്ച് 21 മാർച്ച് 22 ആയിരിക്കും. അതിന് ഇക്വിനോക്സ് എന്നാണ് പറയുന്നത്. ഇക്വിനോക്സ് എന്ന് പറഞ്ഞാലും തുല്യമായത് എന്നുള്ള അർത്ഥത്തിലാണ്, തുല്യമായി സൂര്യൻ വതയ്ക്കുന്നത്. അതിപ്പോൾ ഈ ഭൂമധ്യരേഖയിൽ നിന്ന് വടക്കോട്ടും തെക്കോട്ടും പോകുന്ന സമയമാണ്. മറിച്ച് വിഷു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ തിരുവനന്തപുരത്ത് സൂര്യൻ എത്തുന്ന സമയമായിട്ടാണ് ഏകദേശം കണക്കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിന് വടക്കോട്ടും അതിന് തെക്കോട്ടും പോകുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നിന്നായിരിക്കണം വിഷു എന്നുള്ള ഒരു അർത്ഥം. അതായത് അവിടുന്ന് വടക്കോട്ടും അവിടുന്ന് തെക്കോട്ടും പോകുന്നത്. പക്ഷെ തെക്കോട്ടും വടക്കോട്ടും ഈക്വൽ ദൂരമല്ല, ഭൂമധ്യരേഖയിലാണെങ്കിൽ 2 ഈക്വൽ ദൂരമാണ്. അതായിരിക്കണം. പക്ഷെ മലയാളിയെ സംബന്ധിച്ച് മലയാളിയുടെ പുതുവർഷം ശരിക്കും അതായിരുന്നു പണ്ട്. പിന്നെ എങ്ങനെയാണ് ചിങ്ങം ഒന്നായതെന്ന് അറിയില്ല. വിഷു പുതുവർഷ ആഘോഷമായിരുന്നു ഒരു കാലത്ത്. മേടം എന്ന് പറയുന്നത് മേടമായിരുന്നു. ഇപ്പോഴും പല സംസ്ഥാനങ്ങളിലും മേടമാസമാണ്. ഇംഗ്ലീഷിൽ തന്നെ നോക്കിയാൽ അറിയാം നമുക്ക്. ഇംഗ്ലീഷിലെ പഴയ കലണ്ടർ സിസ്റ്റത്തിൽ ഈ സ്റ്റെല്ലാർ സിസ്റ്റം, അതായത് നക്ഷത്ര വ്യൂഹങ്ങളെ അനുസരിച്ചുള്ള കണക്കിൽ ഏരീസ് ടോറസ് എന്ന് പറഞ്ഞാണ് ഓരോ മാസങ്ങൾ ആരംഭിക്കുന്നത്. അതിൽ ഏരീസ് ആദ്യത്തെ മാസം, അതായത് പഴയ ഗ്രീക്ക് അസ്ട്രോണമിയൊക്കെ നിലനിന്നിരുന്ന സമയത്ത് ഏരീസിൽ നിന്നായിരുന്നു മാസം തുടങ്ങിയിരുന്നത്. ആ ഏരീസ് തന്നെയാണ് ഈ മേടം എന്ന് പറയുന്നത്. അപ്പം അത് ആ സമയത്ത് ഏരീസ് എന്ന് പറഞ്ഞൊരു നക്ഷത്രം രാത്രിയിൽ കാണാൻ പറ്റും, ഒരു കോൺസ്റ്റലേഷൻ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ജ്യോതിശാസ്ത്രപരമായ ഒരു ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെയാണ് ആ മാസം ഏരീസ് എന്ന് പറഞ്ഞ നക്ഷത്രത്തെ നമുക്ക് ആ നക്ഷത്രക്കൂട്ടത്തിന് നമുക്ക് വേണമെങ്കിൽ മേട നക്ഷത്രക്കൂട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ആ നക്ഷത്രക്കൂട്ടത്തെ രാത്രി കാണുന്ന മാസമാണ് ഈ മേടമാസം. അങ്ങനെയാണ് അതിന് ആദ്യകാലത്ത് ഒരു റിലവൻസ് വന്നു തുടങ്ങിയത്. അപ്പോൾ പുതുവർഷത്തിൻ്റെ ആദ്യം, ഇപ്പം നമ്മൾ ഇംഗ്ലീഷിൽ പുതുവർഷം ജനുവരി എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ മലയാളത്തിൽ ചിങ്ങം 1 എന്ന് പറയുന്ന പോലെ, മേടം 1 നമ്മുടെ ആദ്യകാലത്ത് പുതുവർഷമായിട്ട് കണ്ടിരുന്നത്. പിന്നെ കൊല്ലവർഷം വന്നപ്പോഴാണ് ഇതിനെ പരിഷ്കരിച്ച് ചിങ്ങം 1 മാറ്റിയത്. ഇപ്പോഴും ഈ വിഷുവിനാണല്ലോ ഈ എത്ര മഴ കിട്ടും, എങ്ങനെയൊക്കെ വിതയ്ക്കണം, അങ്ങനെയൊക്കെ പറയുന്നതല്ലേ ഉണ്ടായിരുന്നു. അത് വിഷുവിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളെ കണക്കാക്കും. വിഷുവിനോടനുബന്ധിച്ച് ഇത്രാമത്തെ ദിവസം എന്ന് കണക്കാക്കി ഒരു കലണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് പഞ്ചാംഗം എന്ന് പറയും മലയാള പഞ്ചാംഗം എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പേജ് ആയിരുന്നില്ല, ഒരു ബുക്കായിരുന്നു. ഇപ്പോഴും ആ ബുക്കുണ്ട്. ഇപ്പോൾ മാതൃഭൂമിയൊക്കെ ഇപ്പോഴും ആ ബുക്ക് ഇറക്കുന്നുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് വീട്ടിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ പഞ്ചാംഗം തുറന്നു നോക്കിയിട്ട് അതിനകത്തെ രാഹുകാലവും ഗുളികാലവും തിഥിയും ഒക്കെ നോക്കിയിട്ടാണ് കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. അത് പഞ്ചാംഗം എല്ലാ വർഷവും ഗണിച്ചെടുക്കുന്നതാണ്. കാരണം
മലയാള മാസങ്ങൾക്കുള്ള പ്രത്യേകത ഓരോ മാസത്തിൻ്റെയും ദൈർഘ്യം ഓരോ കൊല്ലവും വ്യത്യസ്തമായിരിക്കും. അത് ലോകത്ത് അങ്ങനെ ഒരു കലണ്ടർ വേറെ ഇല്ല. ഗണിച്ചെടുക്കുന്ന കലണ്ടർ മലയാള മാസത്തിൽ മാത്രമേ ഉള്ളൂ, അത് കൊല്ലവർഷം. അതുകൊണ്ട് അത് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ വിഷുവിൽ ചിലപ്പോൾ മാറ്റം വരും. ചില വർഷം വിഷു 15-ാം തീയതി ആവും, ഏപ്രിൽ 15, ചിലപ്പോൾ 14 ആവും. പക്ഷെ പരമാവധി 13 തൊട്ട് 16-നപ്പുറം പോകാറില്ല. 14 15 ആണ് വരാനുള്ള സാധ്യത. കാരണം ഒരു വർഷത്തിൽ ഒരു ദിവസത്തിന്റെ വ്യത്യാസമാണ് മാക്സിമം വരിക. ഒന്നിൽ 365 അല്ലെങ്കിൽ 366. അതുകൊണ്ട് ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുള്ളൂ. അപ്പോൾ വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം സമരാത്രമായിരിക്കും തിരുവനന്തപുരത്ത് എന്നുള്ള ഒരു കണക്കുണ്ട്. പണ്ട് തിരുവനന്തപുരത്ത് ഒരു ജ്യോതിശാസ്ത്ര പഠന കേന്ദ്രം ഉണ്ടായിരുന്നു, ഒബ്സർവേറ്ററി മുമ്പുണ്ടായിരുന്നു. അപ്പം അവിടുന്ന് ഉദയം ചെയ്തായിരിക്കണം ഈ ഒരു കോൺസെപ്റ്റ്. പക്ഷെ എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ അങ്ങനെ വിഷു അതേ ദിവസം വന്നു? ഇനി മറ്റ് സംസ്ഥാനങ്ങളിലെ ഈ ഉഗാദി ഒരേ ദിവസമല്ല. ഉദാഹരണത്തിന് ഇക്കൊല്ലം ഉഗാദി കർണാടകത്തിലും തെലുങ്കാനയിലും ഒക്കെ ഏപ്രിൽ 9 എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് അവിടേക്ക് ബാധകമാകുന്നില്ല. അവിടുത്തെ പുതുവർഷമാണത്, അവിടുത്തെ പുതുവർഷ ആരംഭമാണ്, ഏകദേശം അടുപ്പിച്ചു വരുന്നു. പക്ഷേ ഇത് ഇപ്പം ബൈശാഖി പഞ്ചാബിൽ ആഘോഷിക്കുന്നതാണ്. പഞ്ചാബിൽ ബൈശാഖി ഒരു വിളവെടുപ്പ് ഉത്സവമാണ്. ഇവിടുത്തെ ക്ലൈമറ്റിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ടത്. പക്ഷെ കേരളത്തിൽ ശരിക്കും ഇപ്പോൾ ഒരു വിളവെടുപ്പ് ഉത്സവം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ശരിക്കും വിതയ്ക്കാനുള്ള സമയമല്ല, കാരണം ഇപ്പോൾ വേനലായി പോവാണ്. അതുകൊണ്ട് കേരളത്തിലെ കാലാവസ്ഥയിൽ കുറച്ച് മാറ്റം കാലികമായിട്ട് വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഇത് വിതയ്ക്കുന്ന ഒരു സീസണായിരുന്നു, ഏപ്രിൽ മാസത്തിൽ വിതയ്ക്കുന്ന സീസണായിരുന്നു. അപ്പോൾ അതാണൊരു വിഷുവിൻ്റെ ഒരു എന്താണ് കാലികമായ ഒരു പ്രാധാന്യം വരുന്നത്. അതെ, തീർച്ചയായിട്ടും. എല്ലാ ഉത്സവങ്ങളും, നമ്മുടെ എല്ലാ ഉത്സവങ്ങളും ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഓണം ആണെങ്കിലും വിഷു ആണെങ്കിലും ഒക്കെ കൃഷിയുമായിട്ട്, ഈ കൃഷിക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് തോന്നുന്നു, അല്ലേ? പക്ഷെ പിൽക്കാലത്ത് ഇതിലൊക്കെ ഓരോ ഐതിഹ്യങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഓണത്തിന് നമ്മളൊരു ഐതിഹ്യം കാണുന്ന പോലെ ഈ വിഷുവിന് 2 ഐതിഹ്യങ്ങളാണ് പൊതുവെ വിഷുവിനെ കുറിച്ച് പറയാറ്. ഒന്ന്, വിഷുവിനെ ശ്രീരാമനുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, ശ്രീരാമനും രാവണനുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, ശ്രീകൃഷ്ണനുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു ഐതിഹ്യം പറയുന്നത്, ഈ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചത്, ശ്രീകൃഷ്ണനല്ല ശരിക്ക് നരകാസുരനെ വധിക്കുന്നത്, ശ്രീകൃഷ്ണൻ്റെ പത്നി സത്യഭാമയാണ് നരകാസുരനെ വധിക്കുന്നത്. കാരണം നരകാസുരനൊരു വരം കിട്ടിയിട്ടുണ്ടായിരുന്നു, സ്വന്തം അമ്മയ്ക്ക് മാത്രമേ നരകാസുരനെ കൊല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നരകാസുരൻ ആ വരത്തിൻ്റെ ബലത്തിൽ, സ്വന്തം അമ്മ ഒരിക്കലും കൊല്ലില്ലല്ലോ, ആ വരത്തിൻ്റെ ബലത്തിൽ ദേവന്മാരെയൊക്കെ കീഴടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നരകാസുരൻ്റെ ഈ അമ്മസ്ഥാനത്ത് ഭൂമിദേവി ഉള്ളതുകൊണ്ട്, ഭൂമിദേവിയുടെ ഒരു അവതാരമാണ് അത്ര സത്യഭാമ. സത്യഭാമ ശ്രീകൃഷ്ണൻ്റെ ഭാര്യയാണ്, രാജ്ഞിയാണ്. അപ്പോൾ അതുകൊണ്ട് സത്യഭാമയെ കൊണ്ടാണ് ശ്രീകൃഷ്ണൻ നരകാസുരനെ കൊല്ലാൻ പോകുന്നത്. അപ്പോൾ നരകാസുരനെ കൊന്നതിൻ്റെ ആഘോഷമാണ് ഈ വിഷു എന്നൊരു സങ്കല്പമുണ്ട്. മറ്റൊരു സങ്കല്പം, ലങ്കയിൽ രാവണൻ ആധിപത്യം ഉണ്ടായിരുന്ന കാലത്ത് ലങ്കയിൽ ഈ സൂര്യനെ നിരോധിച്ചു. ഒരു ദിവസം രാവണൻ എഴുന്നേറ്റ് വരുമ്പോൾ ഭയങ്കര പ്രകാശം. രാവണൻ അത് ഇഷ്ടപ്പെട്ടില്ല അത്രേ. അപ്പോൾ രാവണൻ അപ്പം തന്നെ സൂര്യനോട് ഇനി മേലാൽ ഇവിടേക്ക് വരരുതെന്ന് പറഞ്ഞ് നിഷേധിച്ചു, പേടിപ്പിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ സൂര്യൻ ആ വഴിക്ക് വന്നിട്ടില്ല, വെയിൽ അവിടെ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം രാവണനെ ശ്രീരാമൻ നിഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആഘോഷം, അപ്പോൾ സൂര്യന് പിന്നെ അവിടെ പ്രത്യക്ഷപ്പെടാം, അതിൻ്റെ ഒരു ആഘോഷമായിട്ടാണ് വിഷു വരുന്നത്. അങ്ങനെ ഒരു വിശ്വാസം. ഇനി അതിലും രസകരമായി ഞാൻ കേട്ടിട്ടുള്ള ഒരു ഐതിഹ്യം, ഇതൊക്കെ നാട്ടുകാർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, ഈ വിഷു ഈ കൊന്നപ്പൂക്കളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടു എന്നാണ്. അത് ഞാൻ തന്നെ മുന്നാലോചിച്ച കൊന്ന പൂവോ അതെങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഐതിഹ്യം, അത് എത്ര പ്രചാരത്തിലുണ്ടെന്ന് എനിക്കറിയില്ല. ഈ ശ്രീരാമൻ ബാലിയെ കൊല്ലുന്നത് ഒരു മരത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരുന്നിട്ടാണ്. ആ മരത്തിന് അന്നെന്തോ പേരുണ്ടായിരുന്നു, പക്ഷെ അതിനുശേഷം ആ മരത്തിന്റെ പേര് ബാലിയെ കൊന്ന മരം എന്നായത്രേ. അങ്ങനെയാണ് ഈ ശ്രീരാമൻ ബാലിയെ കൊല്ലാൻ വേണ്ടി ഒളിച്ചിരുന്ന മരത്തിന് ബാലിയെ കൊന്ന മരം എന്നായി പേര്. അത് ലോപിച്ച് പിന്നീട് കൊന്ന മരം എന്നായി. കണിക്കൊന്ന പിന്നീടാണ് ആയത്. കണിക്കൊന്ന മലയാളികൾ മാത്രമേ അതിന് കണിക്കൊന്നെന്ന് പറയാറുള്ളൂ. അതിന് ഈ കൊന്ന മരം എന്നുള്ള പേര് ശക്തമായി കഴിഞ്ഞപ്പോൾ ഈ മരം ശ്രീരാമനോട് കേണപേക്ഷിച്ചു അത്രേ, എനിക്ക് ഒരു ശാപമോക്ഷം തരണം, ഞാൻ ചെയ്യാത്ത തെറ്റിന് എന്നെ എന്തിനാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നതെന്ന് ചോദിച്ച് അവസാനം ശ്രീരാമൻ ഒരു വരദാനം കൊടുത്തു, നീ എൻ്റെ പേര് കൊണ്ട് തന്നെ അറിയപ്പെടുമെന്ന്. അങ്ങനെ പിന്നീട് ഒരിക്കൽ അത് പിന്നീട് വേറൊരു ഐതിഹ്യത്തിലേക്ക് വരും. ഗുരുവായൂരിൽ നിന്നൊരു മാല എടുത്തെറിഞ്ഞപ്പോൾ അതൊരു മരത്തെ പോയി വീണുവെന്നും ആ മരത്തിൽ അപ്പോൾ മഞ്ഞപ്പൂക്കളുണ്ടായിരുന്നു. ഇതൊക്കെ മലയാളിയുടെ ചില സങ്കല്പങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പൂവിനെ ആരാധിച്ചു കഴിഞ്ഞാൽ, ഈ പൂവിനെ
വേണ്ട രീതിയിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നന്മയുണ്ടാവും എന്ന് പറഞ്ഞു. അതുകൊണ്ട് കൊന്ന പൂക്കൾ ഇപ്പോഴ് വിഷുവിൻ്റെ ഒരു അനിഷേധ്യ ഘടകമാണ്. വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കണിക്കൊന്നയാണ്. അതെ അതെ, തീർച്ചയായിട്ടും കവികൾ അതിന് കൂടുതൽ മാറ്റുകൂട്ടിയെന്ന് കൊന്നത് എന്നുള്ള കണിയിലങ്ങ് മാറി എന്നുള്ളതാണ്. അതിന് ശാപമോക്ഷം കിട്ടി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഓരോ ആഘോഷങ്ങളെക്കുറിച്ചും ഇങ്ങനെ നിരവധി സങ്കല്പങ്ങളുണ്ടാവും. അത് നമ്മൾ കഥകൾ ഉണ്ടാക്കുന്നതാണ്. അത് പലപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ദൈവാരാധന തന്നെ ഈ കഥകളിലാണ്. വേദവ്യാസൻ എഴുതിയ ഭാഗവതത്തിലെ കഥാപാത്രമാണ് ശ്രീകൃഷ്ണൻ. വാൽമീകി എഴുതിയ രാമായണത്തിലെ കഥാപാത്രമാണ് ശ്രീരാമൻ. പക്ഷേ ഈ ശ്രീകൃഷ്ണനും ശ്രീരാമനുമാണ് നമ്മുടെ ഹിന്ദു മതത്തിൻ്റെ ഏറ്റവും മുഖ്യ ദൈവങ്ങൾ. അതുകൊണ്ട് കഥയും ഭക്തിയും വിഭക്തിയും ഒക്കെ കൂടിക്കലർന്നൊരു സംസ്കാരം. അതുകൊണ്ട് ഇതിൻ്റെ ഒക്കെ കൂടെ ഇനി ആളുകൾ ഇത് പലതും കഥ ചേർക്കും. ഒരു 10-100 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇനി കണിക്കൊന്നയ്ക്ക് വേറെ കഥയുണ്ടാവും, വിഷുവിന് വേറെ കഥയുണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ച് വിഷു ഒരു വലിയ ഓർമ്മയാണ്. തീർച്ചയായിട്ടും ഒരു ഒത്തൊരുമയുടെയും ഐക്യത്തിൻ്റെയും ഉത്സവം അല്ലേ, അങ്ങനെ പറയാം. പണ്ട് കാലത്തൊക്കെ കുട്ടികൾക്ക് വിഷു ഒരു പ്രത്യേക ഒരു താല്പര്യമുള്ള ഒരു വിഷയം എന്താണെന്നറിയോ? വിഷുവിൻ്റെ അന്ന് രാവിലെ മുതിർന്നവരെല്ലാം കൈനീട്ടം കൊടുക്കും. ഈ കൈനീട്ടം തന്നെ ഈ കൈ നീട്ടി കൊടുക്കുന്നതുകൊണ്ടാണ് കൈനീട്ടം എന്നാണ് അതിന് പറഞ്ഞ് ആദ്യകാലത്തൊക്കെ. കൈ നീട്ടി കൊടുക്കണം അത്ര, എന്നിട്ട് കൈ നീട്ടി വാങ്ങിക്കണം. ഇതായിരുന്നു എൻ്റെ ചടങ്ങ്. ഇപ്പോൾ എല്ലാവരും കൈ നീട്ടി കൊടുക്കുന്നുണ്ടോ കൈ നീട്ടി വാങ്ങിക്കുന്നുണ്ടോ എന്നറിയില്ല. പണ്ടൊക്കെ അതൊരു കുട്ടികൾക്ക് ആകെ വരുമാനം ചിലപ്പോൾ ഒരു വർഷത്തിൽ കൈനീട്ടം ഉണ്ടാവുള്ളായിരുന്നു. അപ്പോൾ അതവർ ചെലവിടാൻ വീട്ടുകാർ അനുവദിക്കുകയും ചെയ്യായിരുന്നു. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് വിഷുവിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഈ കൈനീട്ടം തന്നെയാണ്. പിന്നെ കണി ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ്. കണി ശരിക്കും പറഞ്ഞാൽ ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഈ വിഷുക്കണിക്കകത്ത് എന്തൊക്കെയാണ് വെക്കുന്നത്? എല്ലാം കാർഷിക ഇനങ്ങളാണ്. വിഷുക്കണിക്ക് വെക്കുന്നത് പഴങ്ങളും പച്ചക്കറികളുമാണ്. അത് കൂടാതെ പിന്നെ ഒരു വിഗ്രഹം, അത് പണ്ടുതൊട്ടേ ചെയ്യുന്നതാണ്. പിന്നെ പൂവാണ് വെക്കുന്നത്. കണിക്കൊന്ന എന്ന് പറഞ്ഞാൽ മഞ്ഞ കളർ പൂവാണ്. അതിൻ്റെ കൂടെ മഞ്ഞ കളറിലുള്ള പഴങ്ങൾ. പിന്നെ അടുത്ത കാലത്തായിട്ട് വിഷുവിൻ്റെ ഒരു സ്റ്റൈലായിട്ട് ഞാൻ കാണുന്നത് കണിമത്തനാണ്. പണ്ട് അതുണ്ടായിരുന്നില്ല. കണിവെള്ളരി പണ്ടേ ഉണ്ട്. കണിവെള്ളരിയൊക്കെ ചെറുപ്പകാലത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കണിമത്തന് കുറച്ചു കാലമായിട്ടേ കാണുന്നുള്ളൂ. ഇത് എവിടുന്ന് വന്നാണെന്ന് എനിക്കറിയില്ല. അത് അതിനുവേണ്ടി സ്പെഷ്യലി ഉണ്ടാക്കിയതുപോലെ കാണുന്നു. പണ്ട് അങ്ങനെയുള്ള മത്തൻ ഉണ്ടായിരുന്നില്ല. അതൊരു സ്പെഷ്യൽ സ്പീഷീസ്. എനിക്കൊന്ന് അത് ഒരു ക്രോസ് സ്പീഷീസ് ആയിരിക്കാം ചിലപ്പം. മറിച്ച് ആ കണി കാണാൻ വെക്കുന്ന സ്വർണത്തിന്റെ ഒരു ചെറിയ അംശം, എന്തെങ്കിലും കോയിനോ അല്ലെങ്കിൽ മോതിരമോ അല്ലെങ്കിൽ ഒരു മാല എന്തെങ്കിലും വെക്കുന്ന പതിവുണ്ടായിരുന്നു. പിന്നെ പഴങ്ങളുണ്ടാവും. അത് പണ്ടൊക്കെ പഴങ്ങളെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിൻപുറത്തുള്ള പഴങ്ങളാണ്. ഇപ്പോൾ ആപ്പിള്, ഓറഞ്ച് ഇതൊന്നും കേരളത്തിലില്ലല്ലോ. ഇതൊക്കെ പുറത്തുനിന്ന് വരുന്നതാണ്. ഇപ്പൊ അതൊക്കെയാണ് പലതും കണി വെക്കുന്നത്. പണ്ട് ചെറിയ ചക്ക വെക്കുമായിരുന്നു, ഇടിച്ചക്ക. അതുപോലെ കണിവെള്ളരി ഇഷ്ടംപോലെ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് കേരളത്തിൽ കിട്ടുന്ന കണിവെള്ളരിയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ്. ഇപ്പൊ തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങളിൽ എക്സ്ക്ലൂസീവായിട്ട് ഈ കണിവെള്ളരിയും കണിമത്തനും കൃഷി ചെയ്യുന്നുണ്ട് മലയാളികൾക്ക് വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഈ കണ്ണാടിയും ഈ ഒരു വിഷു കണിയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കണ്ണാടിയും നേരിയതും കൺമഷിയും വെക്കുമായിരുന്നു. അതിപ്പോഴതുണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ട് കാലത്ത് കണ്ണാടി, ആറന്മുള കണ്ണാടിയുള്ള ആളുകൾ അതെടുത്ത് വെക്കുമായിരുന്നു. കണ്ണാടി വെക്കുമായിരുന്നു. അതുപോലെ ഒരു നല്ല മുണ്ട്, ഒന്നിൽ കോടി മുണ്ട് അല്ലെങ്കിൽ നേരിയത് കരയുള്ള മുണ്ട്, സ്വർണ്ണക്കരയുള്ള. പൊതുവെ വിഷുവിൽ കണ്ടിരിക്കുന്ന എല്ലാ ഒരു മഞ്ഞയോട് ചേർന്നുള്ള, ഇപ്പോൾ ഈ കണിവെള്ളരിയാണെങ്കിലും കണിമത്തനാണെങ്കിലും സ്വർണ്ണമാണെങ്കിലും നേരിയത്, കസവ് എന്ന് പറഞ്ഞാൽ വെള്ളിക്കസവല്ല, സ്വർണ്ണക്കസവാണ് ഉപയോഗിക്കാറ്. ഇതെല്ലാം അതുപോലെ നിലവിളക്ക്, ഇതെല്ലാം ഒരു മഞ്ഞയുടെ കോമ്പിനേഷനാണ്. ഈ പൂവും കൊന്നപ്പൂ മഞ്ഞയാണല്ലോ, നല്ല മഞ്ഞയാണ്. അപ്പോൾ വിഷുക്കണി മൊത്തത്തിൽ ഒരു മഞ്ഞ കളറിൻ്റെ ഒരു തീമാറ്റിക്, ഇപ്പോൾ ഈ തീമാറ്റിക് വിവാഹങ്ങളെന്നൊക്കെ പറയുന്നത് അതുപോലെ ഒരു തീം ഡീലായിരുന്നു ഒരു കാലത്ത് വിഷുക്കണി. ഇപ്പോഴും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പഴയ കാലത്ത് എനിക്ക് തോന്നുന്നു ഈ ജന്മിമാരൊക്കെ കൈനീട്ടം കൊടുക്കുന്നതും ഈ കാഴ്ചക്കൊലകൾ വെക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഈ വിഷുവിൻ്റെ തലേന്ന് രാത്രിയിൽ ഈ നമുക്കൊക്കെ അന്ന് കുറേ ആശ്രിതരുണ്ടായിരുന്നു. ആശ്രിതരെന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ ചുറ്റുമുള്ള കൃഷിസ്ഥലങ്ങൾ നോക്കി നടത്തിക്കൊണ്ടിരുന്നവർക്കൊക്കെ ഈ ഭൂപരിഷ്കരണ നിയമമൊക്കെ വന്നപ്പോൾ 5 സെൻറ്റ് 10 സെൻറ്റ് വെച്ച് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അവരൊക്കെ ആ ചുറ്റുവട്ടത്തൊക്കെ തന്നെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലെ ഏറ്റവും നല്ല കൊല അവർ നമുക്ക് വേണ്ടി പ്രിസർവ് കാഴ്ചവെക്കാൻ വേണ്ടി കൊടുക്കും. പക്ഷേ കാഴ്ചവെച്ച് തിരിച്ചു പോകുമ്പോൾ അവർ കുറച്ച് ദിവസത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഇവിടുന്ന് ഭക്ഷണത്തിനുള്ള സാമഗ്രികളൊക്കെ കൊണ്ടാണ് പോവാറ്. അരി, പച്ചക്കറി, അതെല്ലാം. അപ്പോൾ അതൊരു ബാർട്ടർ സിസ്റ്റം തന്നെയായിരുന്നു. ഈ കൊല അവർ കൊണ്ടുവരുമ്പോൾ
അവർ തിരിച്ചു പോകുന്ന ഒരു വലിയ സഞ്ചിക്കകത്ത് നിറച്ച്, അന്ന് ഈ കൊട്ടയായിരുന്നു, പനംകൊട്ട എന്ന് പറയും, കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. പനയില കൊണ്ടുണ്ടാക്കുന്ന വലിയ കൊട്ടയുണ്ട്. അന്ന് ചാക്കൊന്നും അത്രയില്ല, ഈ ജൂട്ട് ബാഗ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബാഗ് ഇല്ല. ഈ വലിയൊരു പനംകൊട്ടയ്ക്കകത്ത് ഈ കൊല വെച്ചിട്ടാണ് അവർ കൊണ്ടുവരിക. എന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ആ പനംകൊട്ടയ്ക്കകത്ത് അരി ഉണ്ടാവും, പച്ചക്കറികളുണ്ടാവും, എണ്ണയുണ്ടാവും. അപ്പോൾ അവർക്ക് വിഷു ആഘോഷിക്കാൻ വേണ്ട എല്ലാ സാധനങ്ങളും, അന്ന് പറയുന്നൊന്നും വാങ്ങാൻ കിട്ടില്ലല്ലോ, അങ്ങനെയുള്ള കടകളൊന്നും ഇല്ല. ഇങ്ങനൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് കൂടാതെ വീട്ടിലെ മുതിർന്ന ആൾ കാണിക്ക വെച്ചു കൊടുക്കുന്നത്, അത് സത്യത്തിൽ ഒരു അപ്രീഷിയേറ്റ് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം വീട്ടിൽ നിൽക്കുന്ന ഏറ്റവും നല്ല കൊല മുറിച്ചുകൊണ്ട് കൊടുത്തിട്ട് അതിന് പകരമൊന്നുമല്ല, അതിനേക്കാൾ ധാരാളം കൂടുതൽ കിട്ടുമായിരുന്നു. കാരണം ഈ ആശ്രിതർക്ക് ഇത് കൊടുക്കുക എന്നുള്ളത് അന്നൊരു പ്രിവിലേജ് ആയിരുന്നു. നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുന്നവർക്ക് ഇന്ന സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളത് അത് ഒരു കുടുംബത്തിനൊരു പ്രിവിലേജ് ആയിട്ട് എടുത്തിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഈ കൊണ്ടുവരുന്നവരും അവരുടെ വീട്ടിലുള്ളതിൽ ഏറ്റവും നല്ല കൊലയായിരുന്നു. ഇനി സ്വന്തം വീട്ടിൽ കൊലയില്ലെങ്കിൽ അവർ എവിടുന്നേലും കൊല വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു. അങ്ങനെയൊക്കെ കാരണം കാണിക്ക കൊല കൊണ്ടുവരണ്ടേ, അതിന് വേണ്ടിയിട്ട് അതൊരു ചടങ്ങായിരുന്നു. പക്ഷെ മിക്കവരുടെയും വീട്ടിൽ ആ സമയത്ത് ഈ ഏപ്രിൽ മാസം പൊതുവെ വാഴ കൊലയ്ക്കുന്ന സമയമാണ്. ആദ്യം ഇക്കൊല്ലത്തെ വലിയ വെയിലൊക്കെ വാഴ നശിച്ചു പോയി. പക്ഷേ വലിയ വെയിലില്ലെങ്കിൽ വാഴ സർവൈവ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അത് വിഷുവിൻ്റെ ഒരു രീതി തന്നെയായിരുന്നു അത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ വിഷുവിന് ഇപ്പോൾ ഈ കണിയാൻ പണ്ടൊക്കെ വന്ന് ഈ പ്രവചനമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ ഒരു സിസ്റ്റം കൂടെ. പക്ഷെ അത് വളരെ കാലം മുന്നേ അതങ്ങ് ഡയല്യൂട്ട് ചെയ്ത് പോയി എന്നാണ്. കാരണം ഈ കണിയാൻ വന്ന് ജ്യോതിഷം പറഞ്ഞ് അല്ലെ മുഖലക്ഷണം പറഞ്ഞ് വാങ്ങിക്കുന്ന രീതി ഒരു 10-50 കൊല്ലം മുമ്പേ പതുക്കെ അങ്ങ് ഫേഡ് ചെയ്ത് പോയി. ആളുകൾക്ക് അതിൽ വലിയ വിശ്വാസം ഇല്ലാതായി. ഇപ്പോഴും ഇല്ലേ? ഇപ്പോഴുണ്ട്, അപൂർവമായിട്ട് ചില നാട്ടിൻപുറത്തുണ്ടത്. അപൂർവമായിട്ട് ചില നാട്ടിൻപുറത്ത് ഇപ്പം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം ആ തൊഴിൽ ചെയ്യാനും ആളില്ല എന്നുള്ളതാണ്. പണ്ട് ഈ തത്തയും കൊണ്ട് വരിക, അല്ലെങ്കിൽ കാവടി നിരത്തുന്ന കാവടിയില്ലേ, ഈ നിരത്തുന്ന കാവടിയും കൊണ്ട് വരിക, ഇതൊക്കെ കാവടി നിരത്തിയിട്ട് എന്നിട്ട് അവർ കൃത്യമായിട്ട് ഫലമൊക്കെ പറയുമായിരുന്നു അവിടെ. അതൊക്കെ അവരുടെ ഒരു ശീലമായിരുന്നു. അതുപോലെ ഇതോടനുബന്ധിച്ച് ചിലപ്പം പുള്ളുവന്മാർ വരുമായിരുന്നു, അതുപോലെ വേലന്മാർ വരുമായിരുന്നു. വേലന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുമെന്നറിയില്ല, അന്ന് കേരളത്തിലെ ചുണ്ണാമ്പിൻ്റെ മൊത്തമായിട്ടുള്ള ഉടമസ്ഥർ വേലന്മാരായിരുന്നു. വീട്ടിൽ വെറ്റില മുറുക്കുന്ന ആളുകൾ ധാരാളം ഉണ്ടാവും. അപ്പോൾ ഈ വേലന് വലിയൊരു കയ്യിൽ ഒതുങ്ങുന്ന അത്രയും വലിയ ചുണ്ണാമ്പിൻ്റെ ഒരു വലിയ റോളുമായിട്ട് വരും. ഒരു ചുണ്ണാമ്പ് എന്തായാലും ഉരുള എന്ന് പറയും അവർ, ചുണ്ണാമ്പ് ഉരുളയായിട്ട് വരും. അതിൻ്റെ കൂടെ ചിലപ്പോൾ വെറ്റില ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒരു വാഴയിലയിൽ പൊതിഞ്ഞു കൊണ്ടുവരും. അത് വീട്ടിൽ കൊടുക്കും. ഈ വിഷു കഴിഞ്ഞിട്ട് വാങ്ങിച്ചിട്ടായിരിക്കും അവർ പോവുക അല്ലേ. പിന്നെ ഇതിലും രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, വിഷുവിൻ്റെ അന്ന് രാവിലെ വീടിൻ്റെ മുന്നിൽ കുറേ കുട്ടികളുണ്ടാവും. ഇപ്പോഴും എങ്ങനെയുണ്ടെന്ന് തോന്നുന്നു പിള്ളേർക്ക്. അത്രയില്ല. ഇപ്പൊ അത് കാണുന്നത് ക്രിസ്മസിനാണ്. ക്രിസ്മസ് കാരലിന് ഇപ്പൊ കാണാറുണ്ട്. 10-20 കുട്ടികൾ ഒരു പാട്ടയോ ചെണ്ടയോ എന്തെങ്കിലും എടുത്ത് കൊട്ടിയിട്ട് ഒരു മിഠായി ഒക്കെ ആയിട്ട് വരും. പണ്ട് അതുണ്ടായിരുന്നത്. പണ്ട് ഈ കാരൽ ഇത്ര കോമൺ ആയിരുന്നില്ല. ക്രിസ്മസ് കാരൽ ഇത്ര ക്രിസ്ത്യാനികൾ ഉള്ളിടത്തോടി കാരൽ കുറവായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, അത് ധാരാളമുണ്ട്. അന്ന് അതിന് പകരം വരുന്നത് വിഷുവിനായിരുന്നു. വിഷുവിന് ജാതിമത ഭേദമന്യേ എല്ലാവരും പ്രായത്തിൽ ഇളയവർ ചോദിച്ചാൽ കൊടുക്കണമെന്നൊരു അലിഖിത നിയമം ഉണ്ടായിരുന്നു. മുതിർന്നവർ ചോദിച്ചാൽ കൊടുക്കണം. ഇപ്പൊ എന്നേക്കാൾ പ്രായമുള്ള ഒരാളിന് ഞാൻ കൈനീട്ടം കൊടുക്കാൻ പാടില്ല. പക്ഷെ എന്നേക്കാൾ പ്രായം കുറഞ്ഞവരാണെങ്കിൽ അവർക്ക് കൈനീട്ടം കൊടുക്കണം. അതിപ്പോ ഈ ഇസ്ലാം മതത്തില് സക്കാത്ത് കൊടുക്കണം, റമദാൻ എന്ന് പറയുന്ന പോലെ ഒരു അലിഖിത നിയമമായിരുന്നു. വിഷുവിന് കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഒരു വിഷു കൈനീട്ടം കൊടുക്കാന്നുള്ളത്. പണ്ടൊക്കെ ഈ സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും ഒക്കെ ആയിരുന്നു കൈനീട്ടമായിട്ട്. സ്വർണ്ണ നാണയങ്ങൾ വളരെ അപൂർവമായിരുന്നു. അത് അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കാൻ. കാരണം സ്വർണത്തിന് അന്നും ഇന്നും ഡിമാൻഡ് കുറവില്ല. അതുകൊണ്ട് സ്വർണ്ണ നാണയങ്ങൾക്ക് പകരം അന്ന് ചെമ്പ് കാശ് അധികം കൊടുത്തിരുന്നത്. ചെമ്പ് കാശ് വളരെ അപൂർവമായിട്ട് വെള്ളിക്കാശ്. ഈ ചെമ്പ് കാശും വെള്ളിക്കാശും കഴിഞ്ഞാലേ സ്വർണ്ണ നാണയം വരുന്നുള്ളൂ. സ്വർണ്ണ നാണയം പുറത്തുള്ള ആർക്കൊന്നും അങ്ങനെ കൊടുക്കാറില്ലായിരുന്നു വിഷുനീട്ടം. മറിച്ച് വീട്ടിലുള്ള അടുത്തവർക്ക്, ഇപ്പോൾ ഭാര്യ ഭർത്താവിന് കൊടുക്കുക, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പം ഈ സ്വർണ്ണ നാണയങ്ങൾ ഉപയോഗിച്ചു തരാം. അല്ലെങ്കിൽ സ്വന്തം മക്കൾക്ക് കൊടുക്കുക, അനന്തരവർക്ക് കൊടുക്കുക. അല്ലാതെ പുറത്തുള്ളവർക്കൊന്നും ആരും സ്വർണ്ണ നാണയം കൊടുത്തായിട്ട് എനിക്കറിയില്ല. അന്നും സ്വർണത്തിന് വിലയുണ്ട്. അതെ, തീർച്ചയായിട്ടും. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ, ഈ വിഷു ആയിട്ട് ശ്രോതാക്കളോടൊക്കെ എന്തൊക്കെയാണ് പറയാനുള്ളത്? വിഷു ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എങ്ങനെയൊക്കെ നമ്മൾ ആഘോഷിക്കണം, അതിനെക്കുറിച്ചൊക്കെ ഒന്ന്. ഈ വിഷുവിനുള്ളൊരു പ്രത്യേകത, വിഷു ഒരു ഉത്സവക്കാലം കൂടെയാണ്. ഇപ്പോൾ ഏപ്രിൽ ആണ് വിഷു വരുന്നത്. ഏപ്രിൽ 14-15 ആയിരിക്കും വിഷു വരിക. അപ്പോൾ ഈ ഘട്ടത്തിൽ മേടമാസം, മീനമാസം, കുംഭം, മീനം, മേടം, ഇടവം, ഈ 4 മാസങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവകാലം. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉത്സവങ്ങൾ നടക്കുന്ന മീനം പകുതി മുതൽ, മീനഭരണി മുതൽ
10-ാം ഉദയം വരെ. 10-ാം ഉദയം എന്ന് പറഞ്ഞാൽ മേടം 10 എന്നാണ്. മേടം 1 എന്ന് പറയുന്നത് പുതു മാസമാണെന്ന് പറയുന്നത്, പുതിയ വർഷമാണ്. അതിൻ്റെ 10-ാമത്തെ ദിവസത്തിന് 10-ാം ഉദയം എന്ന് പറയും. അപ്പോൾ ഈ മീനമാസം തുടങ്ങി 10-ാം ഉദയം വരെയാണ് കേരളത്തിലെ അമ്പലങ്ങളിലൊക്കെ മിക്കവാറും, കുംഭമാസത്തിലുമുണ്ട് ചിലയിടത്ത് മകരത്തിലുമുണ്ട്, ഉത്സവങ്ങളുടെ തിരക്ക്. ഇപ്പോൾ ഈ സീസണൊക്കെ ഇപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച ഒരു 4-5 വലിയ ഉത്സവങ്ങൾ ഉണ്ടാക്കണം. ഈ സീസൺ ഉത്സവങ്ങളുടെ കാലമാണ്. പിന്നെ ഈ ഉത്സവങ്ങൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു താത്വികമായ അവലോകനം ചെയ്യുകയാണെങ്കിൽ ഉത്സവങ്ങളൊന്നും ആവശ്യമില്ല. ഇല്ല അതൊന്നും നമ്മുടെ ബേസിക് നീഡല്ല. പക്ഷെ ഈ ഉത്സവങ്ങൾക്ക് വലിയൊരു ധർമ്മമുണ്ട്. ഏത് ഉത്സവം എടുത്താലും അതൊരു വലിയ ഗെറ്റ് ടുഗദറാണ്. സത്യം ഗെറ്റ് ടുഗദറാണ്, നമുക്ക് സന്തോഷമാണ്. പിന്നെ ഇനി സാധാരണഗതിയിൽ മദ്യപിക്കാത്തവർ പോലും ചിലപ്പോൾ ഉത്സവ സീസണിൽ മദ്യപിച്ചു എന്ന് വരും. പിന്നെ വളരെ കാലം കാണാത്തവർ കണ്ടുമുട്ടുന്ന ഒരു സമയമാണിത്. പിന്നെ ഈ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകണമെങ്കിൽ നമ്മൾ പഠിച്ചതുകൊണ്ടോ ജോലി ചെയ്തുകൊണ്ടോ നമ്മൾ 10 ആളെ അറിയുന്നുണ്ടോ നമ്മൾ 10 ആളെ അറിയുന്നുണ്ടോ ഒന്നും ജീവിതത്തിന് അർത്ഥമാകുന്നില്ല. മറിച്ച് നമുക്ക് ഇടവിട്ടുള്ള വേളകളെങ്കിലും പച്ച മനുഷ്യരായിട്ട് മാറാൻ പറ്റണം. നമ്മളായി പറ്റണം. അതിന് പറ്റുന്ന അവസരമാണ് ഈ ആഘോഷങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ആഘോഷത്തിൻ്റെ ഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ആഘോഷം നടക്കുന്ന ഉത്സവപ്പറമ്പിൽ പോയി കഴിഞ്ഞാൽ ഉച്ചനീചത്വങ്ങൾ ഉണ്ടാവില്ല. അവിടെ വലിയവനെന്നോ ചെറിയവനെന്നുള്ള വ്യത്യാസം ഉണ്ടാവില്ല. അതൊരു ഏകോദര സഹോദരരെ പോലെ ആളുകൾക്ക് തുല്യമായിട്ട് ഇടപഴകാൻ പറ്റുന്നതുണ്ടാവണം. പിന്നെ മറ്റൊന്ന്, ഈ ഏത് ഉത്സവത്തിന് പോയി കഴിഞ്ഞാലും അവിടെ ഒരു പ്രത്യേകത, ദേശീയത അവിടെ ഉണ്ടാവും, ആ പ്രാദേശികത ആ പ്രദേശത്തിൻ്റെ. ഈ വിഷു നമ്മളിങ്ങനെയൊക്കെ പറയുന്നെങ്കിലും വിഷു ശരിക്കും പ്രാദേശികമായിട്ട് വിഭിന്ന രീതിയിലാണ് ആഘോഷിക്കപ്പെടുന്നത്. എനിക്ക് ഒരു സങ്കടമേ വരാറുള്ളൂ. എനിക്ക് കഴിഞ്ഞ 2 വിഷുവിന് സങ്കടം ഉണ്ടായി. സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് 7 മണി മുതൽ രാത്രി 4 മണി വരെ, വെളുപ്പിന് 4 മണി വരെ ഇങ്ങനെ പടക്കം പഠിച്ചുകൊണ്ടിരിക്കും. എൻ്റെ വീട്ടിലൊരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു, പേരക്കുട്ടി. അതിന് ഉറങ്ങാൻ വിടുന്നില്ല, കിടന്ന് നിലവിളിക്കാണ്. അതുകൊണ്ട് നമുക്കൊരു നിയന്ത്രണം ആവശ്യമാണ്. വിഷുവിന് പടക്കം പൊട്ടിക്കുന്നതിന് നമുക്ക് സമയത്തിനൊരു ക്ലിപ്തത വേണം. ഒരു 10 മണി വരെയൊക്കെ ശരി നോക്കാം. 10 മണി കഴിഞ്ഞ് രാത്രി 3-4 മണി വരെയൊക്കെ, പിന്നെ ഒരു 5 മണി കഴിഞ്ഞ് ആയിക്കോട്ടെ. അപ്പോൾ അത് നമ്മൾ മലയാളികൾ അതിലൊരു എത്തിക്സ് കാണിക്കുന്നില്ല. അത് മറ്റുള്ളവരൊക്കെ എത്തിക്സ് കാണിക്കാറുണ്ട്. ഇപ്പം ഞാൻ ബോംബെ താമസിച്ചിരുന്ന കാലത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, രാത്രി ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ പിന്നെ അവർ ബഹളം കൂടി വെക്കില്ല. മറിച്ച് രാവിലെ പിന്നെ നേരം വെളുക്കുമ്പോഴേ ഈ വിഷുവിൻ്റെ ആഘോഷങ്ങളും, വിഷു ആയാലും ഹോളി ആയാലും അവർക്കൊരു സമയത്തെക്കുറിച്ചൊരു ബോധം. മലയാളിക്ക് എന്തുകൊണ്ടോ ആ ഒരു ബോധമില്ല. കാരണം എനിക്കെന്ത്, നിനക്കെന്തായാലും എനിക്കെന്ത്, അങ്ങനെ ഒരു എന്നുള്ളൊരു ചിന്തയാതി വരുന്നുണ്ട്. അപ്പോൾ ആഘോഷങ്ങളിൽ ഒരു നിയന്ത്രണം ആവശ്യമാണ്. പലയിടത്തും നോക്കൂ, ഈ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഈ ആന വരളുന്നത് ഇപ്പോൾ ഒരു പതിവായിട്ടുണ്ട്. അതിന് കാരണം മനുഷ്യർ തന്നെയാണ്. ഈ ആനയെ നമ്മൾ പൂട്ടിയിട്ട് അതിനെ വരട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ പണ്ട് ആരോ ഒരു സിനിമാ പാട്ട് എഴുതിയില്ലേ, കിളിയെ പിടിച്ച് കൂട്ടിലടച്ച് പാടച്ചൊല്ലോ കൂടുമൂലകം എന്ന് പറഞ്ഞ പോലെ നമ്മളെ ആനയെ പൂട്ടിയിട്ടുള്ള വെഴുത്തൊക്കെ നടത്തിയിട്ട് അതിന് സ്വസ്ഥത കൊടുക്കുക, അതിനെ ഭ്രാന്തി പിടിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യനെ ഭ്രാന്തി പിടിപ്പിക്കാനും ഇങ്ങനെയുള്ള ഉത്സവങ്ങളാകരുത്. വിഷു ആഘോഷിക്കണം. വിഷുവിനുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വിഷു വെളിച്ചത്തിൻ്റെയും കൂടി ഉത്സവമാണ്. വിഷു ആഘോഷിക്കുന്നത് തന്നെ പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും ഒക്കെയാണ്. നമ്മുടെ തന്നെ തൃശ്ശൂർ പൂരം ഏതാണ്ട് വിഷുവിനെ അടുപ്പിച്ചാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ആഘോഷിക്കണം. അതിനൊരു പരിമിതമായ രീതിയിൽ മറ്റുള്ളവർക്ക് മലയാള തനിമ നിലനിർത്തിക്കൊണ്ട് നമുക്കതിനെ ആഘോഷിക്കാൻ കഴിയണം. തീർച്ചയായിട്ടും. എന്തായാലും ഒരിക്കൽ കൂടി സാറിന് വിഷു ആശംസകൾ നേരുകയാണ്. എല്ലാവിധ നന്മകളും നേരുന്നു. ഇന്നത്തെ റേസ് ടു സക്സസ് ഇതോടുകൂടി പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ.